ഇന്നത്തെ തലമുറയുടെ ഒരു പൊതു സ്വഭാവം അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഒരു പൊതുവായ പരാതി എന്ന് പറയുന്നത് അവര് വളരെ രാത്രിയെ ഉറങ്ങാറുള്ളൂ. അവർ ഭയങ്കര സെൽഫിഷ് ആണ്. അവർക്ക് എമ്പതി അല്ലെങ്കിൽ സഹാനുഭൂതി വളരെ കുറവാണ്. അവരവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രമേ എപ്പോഴും ശ്രദ്ധയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം വളരെ കുറവാണ്. അവർക്ക് വീണ്ടു വിചാരമില്ല എന്നുള്ള ഒരു പരാതി ആണ് നമ്മൾ പലപ്പോഴും കേൾക്കുക. പ്രത്യേകിച്ചും വെഞ്ഞാറമൂട്ടിലെ പോലുള്ള ദാരുണ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ പരാതിയുടെ തോത് കൂടുകയും ചെയ്യും എന്നുള്ളത്. ഇതിനകത്ത് പ്രധാന കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് പ്രധാന വില്ലന്മാർ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കൾ എന്നുള്ളതാണ് സത്യം. നമ്മുടെ രക്ഷകർത്താക്കളുടെ അമിതമായ സ്നേഹം അല്ലെങ്കിൽ അമിതമായ വാത്സല്യമാണ് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അതായത് ഒരു കുഞ്ഞു കുട്ടി ജനിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനർജി ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഈ എനർജി ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അത് പലപ്പോഴും അവർക്ക് ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റില്ല. കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ താഴത്തും തലയിലും വെക്കാതെ വളർത്തുക എന്ന് പറയും. അതായത് ആ കുട്ടിയെ നമ്മൾ എങ്ങോട്ട് ഓടിക്കളിക്കാൻ സമ്മതിക്കാറില്ല, ആൾക്കാരുമായി മിങ്കിൾ ചെയ്യാൻ സമ്മതിക്കാറില്ല. ആൻഡ് നമ്മളൊരു നല്ല കുട്ടി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ കുട്ടിയെ നമ്മൾ പുറത്ത് കൊണ്ടുപോകും, നമ്മൾ പല മാളുകളിലും കൊണ്ടുപോയി കളിപ്പിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും, അവരെ വീഡിയോ ഗെയിംസ് ഒക്കെ കാണിച്ച് അവർ ആ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലാത്ത അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പല കുട്ടികളെയാണ് നമ്മൾ നല്ല കുട്ടികൾ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു ദോഷവശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കുട്ടികളെ ഈ പറഞ്ഞ ഓടാനും ചാടാനും ഒന്നും വിടാതിരിക്കുന്ന സമയത്ത് അവരുടെ എനർജി അക്കുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഈ എനർജി അവർക്ക് ഡ്രെയിൻ ആകാതിരിക്കുമ്പോൾ അവർക്ക് ക്ഷീണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. അവര് വളരെ താമസിച്ചുറങ്ങുന്ന ഒരു പ്രകൃതത്തിലേക്ക് പോകും. കാര്യം നമുക്ക് ഇന്നറിയാൻ പലപ്പോഴും കുട്ടികളുടെ ഓടി വീഴുക, കാലുമുറി, ഇതൊക്കെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആകുലതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ എനർജി അക്കുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. കാര്യം എനർജി ഭയങ്കരമായി റൈസ് ചെയ്ത് നിൽക്കുക. പക്ഷെ ഇത് നമ്മൾ പലപ്പോഴും പലയിടത്തും കൊണ്ടുപോയിട്ടൊക്കെ ശേഷം അവര് സ്കൂളുകളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്തും ഈ അക്കുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് പലപ്പോഴും ഒരു അഡോളിസൺ ഏജ് ആകുമ്പോൾ അവരുടെ ബോഡി കുറച്ചുകൂടെ ഹോർമോൺ ചേഞ്ച് ഒക്കെ കൊണ്ട് ഒരു ഹീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ അക്കുമുലേറ്റഡ് എനർജി പുറത്തേക്ക് പോകണം എന്നുള്ളൊരു സാധനം വരും. അത് അവരുടെ ഒരു ഫ്രസ്ട്രേഷനായി പുറത്തു വരികയും അവർ കുറച്ചുകൂടെ ഒരു അഗ്രസീവ്നെസ് വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത് മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു സോഷ്യൽ കോണ്ടാക്ട് ഉണ്ടാക്കുകയും, അതായത് വീഡിയോ ഗെയിംസിനൊക്കെ പകരമായി അവർക്ക് കളിക്കാനായിട്ടുള്ള അവസരം, അവർ എല്ലാ ദിവസവും അവരുടെ ബോഡി ടയേർഡ് ആകുന്ന രീതിയിലുള്ള കളികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവരുടെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇത് പറ്റുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. നമ്മുടെ പാരന്റ്സ് ഇതിന് മുൻകൈ എടുത്ത് 1 മണിക്കൂറെങ്കിലും അവരുടെ കൂടെ നിന്ന് അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുത്ത് കുഞ്ഞു കുട്ടികൾ, പ്രത്യേകിച്ചും ഈ ഒരു 2 വയസ്സ് മുതൽ ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആ എനർജി ഡ്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി ഒരു ടീനേജ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത്.